നിയമസഭയിൽ ബി.ജെ.പി കക്ഷി നേതാവ് ബി ഗോപകുമാറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇടതുപക്ഷ ശ്രമം. അടിയന്തര പ്രമേയ ചർച്ചയുടെ വോക്കൌട്ട് പ്രസംഗത്തിനിടെയാണ് ഇടതുപക്ഷ അംഗങ്ങൾക്കിടയിൽ നിന്ന് നീക്കം നടന്നത്. പുതിയ അംഗമെന്ന നിലയിൽ പ്രത്യേക ഇളവിൽ സംസാരിക്കാൻ ഗോപകുമാറിനെ സ്പീക്കർ അനുവദിക്കുകയും ചെയ്തു. കാലാകാലങ്ങളിൽ മാറിവന്ന ഇടത് വലത് സർക്കാരുകളാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടവരുത്തിയത് എന്നായിരുന്നു ഗോപകുമാറിന്റെ പരാമർശം. 16-ാം കേരള നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയം തള്ളിയതിന് പിന്നാലെ സഭയിൽ വോക്കൌട്ട് പ്രഖ്യാപിച്ചു. പിന്നാലെ കക്ഷി നേതാക്കൾക്ക് പ്രസംഗിക്കാൻ സ്പീക്കർ അനുവാദം നൽകി. ഇതോടെയാണ് ബി.ജെ.പി നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ സംസാരിക്കാൻ തുടങ്ങുന്നതിനിടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ സഭയിലെ ഇടതുപക്ഷാംഗങ്ങൾക്കിടയിൽ നിന്ന് ശ്രമമുണ്ടായത്. കേന്ദ്രം ഒരു വിവേചനവും കാട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണെന്ന് ബി.ജെ.പി നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും ഉത്തരവാദികൾ ഇടതുവലത് സർക്കാരുകളാണെന്നും ബി ഗോപകുമാർ. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു വരുന്ന നികുതിയെ സംബന്ധിച്ച് അതിന്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ രണ്ട് മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ രണ്ട് മുന്നണികൾക്കുമാണ്. കോൺഗ്രസ് എം.എൽ.എ. സന്ദീപ് വാര്യർ വോട്ടെടുപ്പിനുണ്ടായിരുന്നില്ല. പാർട്ടി വിപ്പ് നൽകിയിരുന്നതാണ്. വോട്ട് ചെയ്യാൻ എത്തില്ല എന്ന് സന്ദീപ് വാര്യർ അറിയിച്ചിരുന്നുവെന്നതായാണ് വിവരം. ബി.ജെ.പി അംഗങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഡെപ്യൂട്ടി സ്പീക്കറായി യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടത് സ്ഥാനാർത്ഥിക്ക് 34 വോട്ടുകളും ലഭിച്ചു. ജനം, തിരുവനന്തപുരം.